എന്താ അമ്മച്ചി, എന്ത് പറ്റി? അമ്മച്ചി എന്തിനാ കരയുന്നേ? നിന്റെ അപ്പച്ചന്റെ കൂടെ ഇനി ആ വീട്ടിലേക്ക് ഞാനില്ല. അതെ, എനിക്ക് പോണം. എന്നാൽ ഇനി ആ വീട്ടിലേക്ക് ഞാനില്ല. നിങ്ങളുടെ വീട്ടിൽ പോണ കാര്യമല്ല പറഞ്ഞത്, എനിക്ക് വേറെ ഓട്ടോളാണ്. ഓ, അമ്മച്ചി അപ്പച്ചനായിട്ട് വഴക്കിട്ടല്ലേ? ഒരിത്തിരി നേരം ഞാൻ ആ സൂസന്നയുടെ വീട്ടിൽ പോയിരുന്നു വർത്താനം പറഞ്ഞതും പറഞ്ഞ് നിന്റെ അപ്പൻ എന്നെ തല്ലിയത്. അത് സാരില്ല അമ്മച്ചി, അപ്പച്ചനല്ലേ. നിനക്കങ്ങനെയൊക്കെ പറയാം, തല്ലിയിട്ടത് എനിക്കല്ലേ? എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരെ ഇങ്ങനെ തല്ലുകയാണോ വേണ്ടത്? ഏടാ, താനും ഒരാളല്ലേ? അതെ, താൻ ഇങ്ങനെ തന്റെ ഭാര്യയെ തല്ലാറുണ്ടോ? എന്റെ ചേച്ചി, ഞാൻ തല്ലാറുമില്ല, തല്ല് കൊള്ളാറുമില്ല. എനിക്ക് അതിനൊരു താല്പര്യമില്ല. കാശ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്റെ പാട്ടിൽ പോയി. അല്ല, എത്ര തന്റെ കാശ്? 120 രൂപ. മോളെ, ഒരു 120 രൂപ തന്നേ, അയാളൊന്ന് പറഞ്ഞു വിടട്ടെ. എന്റെ ബാഗ്, എന്റെ ദൈവമേ, കാക്കിട്ടന്മാരൊക്കെ കള്ളന്മാരാ. അതെ, ഇതിവിടെ എടുത്തോണ്ട് പോണ്. ഇത് ഞാൻ എന്റെ വീട്ടിലേക്ക് മേടിച്ചു വെച്ച സാധനങ്ങളാണ്. അപ്പൊ ഞാൻ കൊണ്ടുവന്ന ബാഗ് അവിടെ? അതിന് നിങ്ങളൊന്നും കൊണ്ടുവന്നില്ലല്ലോ, വെറുതെ എവിടെയല്ലേ വന്ന് കയറിയത്? അപ്പൊ ഞാൻ ബാഗ് എടുത്തില്ലേ? അല്ല, എന്നെ വിളിക്കാൻ ഞാൻ ചെല്ലും. നിന്റെ അപ്പച്ചൻ വെറുതെ എന്നെ തിരിച്ചു വിളിച്ചോണ്ട് പോകാൻ വേണ്ടി ഇനി ഞാൻ അങ്ങോട്ടുള്ള നീ പറഞ്ഞേക്കണം കേട്ടോ. നിന്റെ തുണിയും മണിയുമല്ല, ഇനി ആ വീട്ടിലെങ്ങാനും നിന്റെ നിഴൽവട്ടം കണ്ട അമ്മച്ചിയുടെ സൈഡ് പറയാനാണ് എനിക്ക് കേക്കണ്ട. അതല്ല, അതെ, എന്റെ കാശ്. എന്താ തന്റെ കാശ്? അപ്പച്ച, അമ്മച്ചി ഇന്നലെ സൂസിയാനയുടെ വീട്ടിൽ പോയിരുന്നതിന് അപ്പച്ചൻ തല്ലിയായിരുന്നു. അയ്യ, തല്ലുകയല്ല, അവളെ കൊല്ലുകയാണ് വേണ്ടത്. എടി, അവൾ ഇത്തിരി നേരോ ഒത്തിരി നേരോ പോയിരിക്കട്ടെ, പക്ഷെ ഉച്ചക്കുള്ള ഊണ് വെക്കാതെയാണ് അവിടെ അയൽവക്കത്ത് പോയിരുന്ന് ഇറങ്ങുന്നത്. അതെ സാറേ, കറങ്ങ് മാറ്റിയിരുന്നെങ്കിൽ എനിക്കങ്ങ് പോയായിരുന്നു. അവിടെ നിൽക്ക്, മാറ്റാം. മോക്കറിയാവോ, അപ്പച്ചനൊന്ന് ഉച്ചക്ക് പട്ടിണിയാ. എന്റെ മനുഷ്യ, നിങ്ങൾക്ക് കഴിക്കാനുള്ള ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടല്ലേ പോയത്? ഏതാടി, ഒരു പാക്കറ്റ് ബ്രെഡും ജാമോ? അതാണോ ഞാൻ ഉച്ചക്ക് കഴിക്കുന്ന ഭക്ഷണം? ആൾക്കാർ കേൾക്കും. എടോ, തന്റെ വീട്ടിൽ താൻ ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് കൈ കഴിച്ചെന്നിരിക്കുമ്പോ തന്റെ ഭാര്യ തനിക്ക് ബ്രെഡും ജാമാണോ തരുന്നത്? എനിക്ക് ബ്രെഡും ജാമൊന്നും പറ്റൂല, എനിക്ക് ഉച്ചക്ക് കൂടുതൽ തന്നെ. ഒരു നേരം ബ്രെഡും ജാമും കഴിച്ചു അണ്ണാക്കിന്റെ എന്തായി കാണിക്കുന്നത്? തന്നോട് ഞാൻ എത്ര ഉണ്ട് പറഞ്ഞ വണ്ടി ഒന്ന് മാറ്റിയിടാൻ. അത് ശരി, ഇത്ര നേരം സാറേ സാറെന്ന് വിളിച്ചിട്ട് ഇപ്പൊ താനെന്നോ? അല്ലാണ്ട് ഇപ്പൊ എത്ര നേരം ഉണ്ടോ പറഞ്ഞ ആ വണ്ടി ഒന്ന് മാറ്റിയിടോ. രണ്ടും കൂടി കൂടുകൂടാന്ന് പറഞ്ഞിട്ട് എന്നെ നെഞ്ചെത്തിട്ട് കയറണം. ഞാനും എന്റെ ഭാര്യയും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതിനിടയ്ക്ക് ഓട്ടോ ഇടിച്ചു കയറ്റാൻ തന്നോട് ആരുടെ പറഞ്ഞു? അത് കൊള്ളാം. ഇപ്പൊ നിങ്ങൾ രണ്ടാളും ഒന്നായാ? ഇല്ല, ഒരു ചെറിയ പ്രശ്നത്തിന് ഞങ്ങൾ ഡൈവേഴ്സ് ചെയ്ത് പോകുന്നു വിചാരിച്ച താൻ. എന്റെ അപ്പച്ച ആ കാറൊന്നും എടുത്ത് മാറ്റി കൊടുക്ക്, അയാൾ പോയിക്കോട്ടെ. മാറ്റി കൊടുക്കോ, അയാൾ പോയിക്കോട്ടെ. നീ മോളെ, അവർക്ക് ബാഗ് എടുത്താ ഒന്ന് വേഗം വാടി. ഓ, ഈ ഡോറും തുറന്നേ. മോളെ, അപ്പച്ചൻ അമ്മച്ചി പോകുന്നു കേട്ടോ. സുധീരൻ പറഞ്ഞേക്കണം ഞങ്ങള് വന്നിരുന്നു. ശരി അപ്പച്ച. നിന്നെ വീട്ടിൽ വിട്ടിട്ട് വേണം എനിക്ക് കോടതി. ഉറങ്ങണ്ടേ? നീ കിടന്നോ, ഞാനൊന്ന് മില്ല് വരെ പോയിട്ട് വരാം. ഈ പാതിരാത്രിക്ക് ഇനി എന്തിനാ മില്ലി പോകുന്നേ? അവിടെ നീ ഇടയായി തടികൾ മോഷണമുണ്ട്. ദാസപ്പെട്ട 3-4 ദിവസമായി പറയാൻ തുടങ്ങിയിട്ട്. നീ കിടന്നോ, ഞാൻ വേഗം വരാം. വേഗം വരാന്ന് പറഞ്ഞാ പോരാ, വേഗം വരണം. ഞാനും മോളിവിടെ തനിച്ചാന്ന് ഓർക്കണം. ടീച്ചർ പോലും അപ്പുറത്തില്ല. ടീച്ചർ അവിടെ പോയി? ടീച്ചറുടെ അനിയത്തിക്ക് സുഖൂലെന്ന് പറഞ്ഞ് ഫോൺ വന്നിട്ട് ടീച്ചർ അങ്ങോട്ട് പോയിരിക്കുക. ഉറങ്ങിക്ക. അതെ, കട്ടിയില്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. കട്ട് ചെയ്തു. നീ ആരോടെയും സംസാരിക്കുന്നേ? ഞാൻ നിന്നെ എത്ര നേരം വിളിക്കുന്നു? ഇന്ന് മില്ലിൽ പോയി നോക്കാന്ന് പറഞ്ഞല്ലേ? രാവിലെ മുതലൊരു പെൺകൊച്ചി പുതിയ മൊബൈൽ കണക്ഷന്റെ ഓഫറുകളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്നതാ. പറഞ്ഞു വന്നപ്പോ ആ പെൺകൊച്ച് അതിന്റെ വീട്ടിലെ കഷ്ടപ്പാടും ദുരിതങ്ങളും എല്ലാം എന്നോട് പറഞ്ഞു. കേട്ടപ്പോ എനിക്കും വിഷമം തോന്നി. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? അവളുടെ ദുരിതം മാറ്റാൻ നമുക്ക് രണ്ടുപേർക്ക് എങ്ങോട്ടെങ്കിലും ടൂർ പോയാലോ എന്ന് ഞാൻ അവളോട് ചോദിച്ചു. അത് ആ പിശാചിന് ഇഷ്ടപ്പെട്ടില്ല. അവൾ അപ്പൊ തന്നെ ഫോൺ കട്ട് ചെയ്തു. ഒരുമാതിരി കോപ്പില് പ്രധാനം പറ, കേറാ വണ്ടിയിൽ. ആളിറങ്ങാനുണ്ട്. കുന്നത്തങ്ങാരി ഇറങ്ങാനുള്ളവർക്ക് മുന്നോട്ട് വന്നേ. കുന്നത്തങ്ങാരി അത് വേഗം ഇറങ്ങി. ഒന്ന് മാറി നിൽക്കടാ.
പെണ്ണുങ്ങളെ മേച്ച് മുട്ടി നിൽക്കാൻ എന്തൊരു ഇഷ്ടം. മധുര17 എന്താണെങ്കി പറഞ്ഞേ എടാ കണ്ണ സുബ്രേ അനക്കെന്നെ അറിഞ്ഞൂടാ. ഒന്ന് ഇറങ്ങണല്ലേ അല്ലെ പിടിക്കാൻ പുറത്താക്കും. ആരെന്റെ കലീശുമാനെ പിടിച്ച് പുറത്താക്കാൻ തന്നെ നമുക്ക് എന്റെ കൈ ഞാൻ പറ്റൂ. ഈ തള്ളയുടെ കാര്യം ആരെന്താ എന്റെ തള്ള ഇന്നെ പുറത്താക്കാൻ വരെ ചെയ്താന് ആടാ നമുക്ക് എല്ലാവരും എഴുത. 1 ഗുണം 6 സമം 6. 2 ഗുണം 6 കല്ലുകളി സ്കൂൾ വരാണ്ട് ഇവിടെ കളിക്കാനായിട്ട് വരാണ്ടല്ലേ ഇത്. ഇപ്പൊ മണി എത്രയായി ടീച്ചറെ? ഇതൊരു ഗവൺമെന്റ് സ്കൂളാണ്. കുട്ടികൾക്ക് മാതൃ കാണിക്കേണ്ട ടീച്ചർ എങ്ങനെയാ? പക്ഷേ അത് നോ നോ, ഒരു ഗവൺമെന്റ് LP സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ ക്ഷമയ്ക്കൊരു അതിരുണ്ട്. ഈ നാശം പിടിച്ച സ്ഥലത്തേക്ക് ബസ് കിട്ടണ്ടേ? ഞാൻ എന്ത് ചെയ്യാം മാഷേ? പിന്നെ മാഷുള്ളതുകൊണ്ട് എന്നാ കുഞ്ഞാൻ ടീച്ചറിന് ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. എന്ത് പുസ്തക ടീച്ചറുടെ കയ്യിലുള്ളത്? ഇത് മനോരമയോ? മനോരമയാണല്ലേ. മനോരമ വായിക്കാൻ എന്ത് സുഖാന്നറിയോ? എന്താ മാഷേ കുഞ്ഞാനി ടീച്ചറുമായിട്ട് ഒരു കിന്നാരം? ആര്? ഞാനോ? അതിനിത്തിരി പുളിക്കും. എനിക്ക് മാഷ അറിഞ്ഞൂടെ? ടീച്ചറുടെ നുണക്കുഴി ഒന്ന് ചിട്ടിക്കണേ. മിണ്ടായിരിക്കടാ. നിനക്കൊക്കെ പോയി വല്ല കന്നല്ലേ മേച്ചൂറ. പഠിക്കാൻ വന്നാ പഠിക്കണം. ഇതെന്താ ചന്തപ്പരയാ? എന്റെ അടുത്ത് വിളവെടുക്കണ്ടോ? എന്താ ഇവിടെ ഇവിടെ എന്താ ഇവിടെ എന്താ? മാഷ ഇവന് പഠിക്കണമെന്നില്ലാന്ന്. നിനക്ക് പിന്നെ എന്താ വേണ്ടേ? ഇവനാ പറഞ്ഞ മാഷെ. എന്താ പറഞ്ഞു? പഠിപ്പിക്കാൻ വരുന്നതും പഠിപ്പിച്ചാ മതിന്ന്. ഒറ്റ വീക്ക് വെച്ചേട്ടോ. കേരള പിഞ്ഞില് രണ്ടാൾ കയറ. എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ അല്ലേ? ടീച്ചറെ പദ്യല്ലേ? അല്ല, ഇന്ന് കേട്ടെഴുത്താ. അപ്പൊ കേട്ടെഴുത്ത് തുടങ്ങാം. എല്ലാവരും പുസ്തകം എടുത്തേ. കേട്ടെഴുത്താണ് കേട്ടെഴുത്തേ. എല്ലാവരും മുഖത്തോട് മുഖം നോക്കി നിൽക്ക്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ പറഞ്ഞോളൂ. കാത്തിരിക്കുന്നു. കാത്തിരിക്കുന്നേ. ക്ഷമിക്കണം. ഓ, ക്ഷമിക്കണം. അച്ഛനുണ്ടോ? അച്ഛനുണ്ടോ? കിടപ്പിലാണ്. സമാധാനായി. അമ്മയുണ്ടോ? അമ്മയുണ്ടോന്ന്? കുഴപ്പമില്ല. പട്ടിയുണ്ടോ? പട്ടിയുണ്ടോ? മാഷേ ഏത് പാടത്തിലെയാ? നീ മലയാളം പഠിച്ചതല്ലേ? എഴുതടാ. പട്ടി ഉണ്ടോ? കെട്ടിയിടാം. ഇന്ന് വരാം. ഇന്ന് വരാം. തല്ലുകൊള്ളും. ഓ, എന്തെന്ന്? ആരാടാ കുവിയത്? ആരാടാ കുവിയത്? അബ്ദുള്ള മാഷേ. എല്ലാവരും ഇരിക്ക്. നിന്നെ ഞാൻ തല്ലണില്ല. മൂത്തോരെ തല്ലി നരകത്തിൽ പോയി ഞാൻ തയ്യാറല്ല. നീ ഇറങ്ങട്ടാ കിട്ടുങ്ങ. എടാ ചവി ആടിന്റെ പീ അത്രയല്ലേ ഉള്ളൂ. നീ ഇങ്ങോട്ട് വന്നേ. നീയൊക്കെ ഈ ക്ലാസ്സിൽ ഇരുന്നാലേ ബാക്കിയുള്ള കുട്ടികളും കൂടി ചീത്തയാവുള്ളൂ. നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കുറെ കാലായില്ലടാ വന്നു നരകണേ. എന്താ മൊയ്തുക്ക? മോന്റെ ഒരു കത്ത് വന്നിരിക്കുന്നു. വൈകുന്നേരം വരെ ഇതും കൈ പിടിച്ച് കുത്തിരിക്കാൻ നമുക്ക് ക്ഷമയില്ല മാഷെ. പ്രിയപ്പെട്ട ഉപ്പ അറിയാൻ റഹീം എഴുതുന്നത്. അള്ളാഹുവിന്റെ കൃപയാൽ എനിക്ക് സുഖം തന്നെ. അവിടെയും അങ്ങനെയെന്ന് പടച്ചവനിൽ വിശ്വസിക്കുന്നു. ഉപ്പ പറഞ്ഞ തുക 1 മാസത്തിനകം അയക്കാം. പീഡിയയുടെ പണി തുടങ്ങിക്കോളൂ. അബ്ദു നന്നായി പഠിക്കുന്നുണ്ടെന്നറിഞ്ഞതിൽ സന്തോഷം. അവനെ നന്നായി പഠിപ്പിക്കണമെന്നുണ്ട്. മാഷോട് ശ്രദ്ധിക്കാൻ പറയണം എന്ന് സ്വന്തം മകൻ റഹീം. ഇനി ധൈര്യമായിട്ട് നമുക്ക് ആ പീഡന്റെ പണി അങ്ങോട്ട് മുയിപ്പിക്കാലാ. ഓന്റെ കായ് വരുമല്ലോ. അത് നന്നായി പഠിക്കണില്ലേ അബ്ദു? ബമ്പനോനെ ഓന്റെ ബാപ്പാക്ക് ഒറ്റ വിചാരേ ഉള്ളൂ. ഓനെ പഠിപ്പിച്ച് വലിയ ആളാക്കണം. എന്റെ കർത്താവേ,
എന്താ മാഷെ? ഒരു ചെറിയ മിന്നല പോയി പോയി പോയോ? പോയി പോയി അടുത്ത പ്രാവശ്യം എന്റെ ബാപ്പ വരുമ്പോ ആ. മാഷക്കൊരു മുന്തിയ ടേപ്പ് റെക്കോർഡ് കൊണ്ടുവരാൻ ഞമ്മള് പറയാം. ഉം. എന്തേ? ആ എന്തിനടാ കുട്ട ഇവിടെ വന്ന് നിക്കണേ? നീ ക്ലാസ്സിലേക്ക് പോടാ. ഇങ്ങനൊരു അറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. കുന്നത്തങ്ങാടിയിലെ പ്രബുദ്ധരായ നിങ്ങളുടെ ചിരകാല സ്വപ്നമിത പൂവണിയാൻ പോവുകയാണ്. ആധുനികതയുടെ പരിവേഷവും ആഡംബരത്തിന്റെ പ്രൗഢിയും ആഗോള സംസ്കാരത്തിന്റെ വർണ്ണപ്പൊലിമയും ഒത്തിണങ്ങിയ ഒരു മഹത് സംരംഭം ഇതാ കുന്നത്തങ്ങാടിയിലെ ബാലിക ബാലന്മാർക്ക് വേണ്ടി, യുവതി യുവാക്കൾക്ക് വേണ്ടി, വൃദ്ധന്മാർക്ക് വേണ്ടി ഞങ്ങളിത ആരംഭിക്കുന്നു. ടേപ്പ് ടോപ്പ് ടൈലേഴ്സ് കുന്നത്തങ്ങാടി. പ്രൊപ്പറേറ്റർ അബ്ദുൽ ആസീസ്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ ഞമ്മള് പീടിയല തുടങ്ങണേ. കൊണ്ടോട്ടിക്കാരനാ. ഞമ്മൾ പോട്ടെ മാഷെ. ശരി ശരി ഏവരുടെയും മഹനീയ സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ആ അവിടെ ഉണ്ട്. എന്താണ് നിന്റെ ഉദ്ദേശം? അല്ലേക്ക ഞാൻ ഈ ജാക്കി വെക്കാൻ വേണ്ടി. എന്നെക്കാൾ വലിയ ജാക്കി വെപ്പുകാരൻ എനിക്കറിയാം. നീ എനിക്ക് ഇട്ട് വെക്കരുതേ. അല്ലേക്ക സത്യത്തിൽ ഞാനിന്ന് നേരത്തെ ഇറങ്ങിയതാ വീട്ടിൽ നിന്ന്. നേരോ? എന്നിട്ട് വന്നപ്പോ വൈകി പോയി. ആ ഇതല്ലേ സ്ഥിരമായിട്ട് കേൾക്കുന്നേ. എന്നാ ഞാനൊരു കാര്യം ചെയ്താലോ? ആ പോയിട്ട് നാളെ നേരത്തെ വന്നാലോ? അതെയോ? നേരെ പോയിട്ട് ചോട്ട് പോയി പണിയിട്ടേ. അല്ല ഓരോ നീരണ്ട് ജാതി. മനോന്തിയെ എന്തേ? അതാ ഞാനും ചോദിച്ചേ. മനോന്തിയെ ഡാ മനു. എന്തേ? സുധി അതിന് ഉളുപോ. എന്റെ സുധി പഠിത്തവനോർത്ത് നീ ഒന്ന് പോ. എന്റെ ഇക്ക ഞാൻ അവനെ വിളിച്ചോണ്ട് പോകാൻ വന്നതല്ല. പിന്നെ അവൻ എന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു. അതേടാ ഈ പിന്നെ നോക്കി എന്റെ ഇക്ക ഞാൻ പോണില്ല. ആ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടോ അവനോട്. ഇതൊന്നും പിടി. ഇതെന്തിനാ? ഒന്നുമില്ല, നിങ്ങൾ രണ്ടാളും നടത്തിക്കോളെ, ഞാൻ പോയിക്കോളാം. നീ എന്താ കാലത്ത് ടീച്ചറുടെ വീട്ടിൽ വന്നിട്ട് എന്റെ വീട്ടിലേക്ക് വരാൻ? ഞാൻ നിന്റെ വീട്ടിലേക്ക് ആ ഞാൻ നിന്റെ ഭാര്യയുടെ വായിലിരിക്കണേക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ സുധി നീ ഒന്ന് പോയിക്കോ. അവനിവിടെ പണിയുള്ളതാ. ആ പോവാണക്ക. ഓ അവളാ ആരാ? എന്റെ പൊണ്ടാട്ടി അല്ലാതെ ആരാ? മെസ്സേജും വന്നു. സുധിയോടൊപ്പമുള്ള ജീവിതം എനിക്ക് മടുത്തു, നമുക്ക് പിരിയാന്ന്. ഇതുപോലെ 10-20 മെസ്സേജ് വേറെയും കിടക്കുന്നുണ്ട്. എപ്പോ ഞാൻ ഫോൺ എടുത്തില്ലെങ്കിലും അപ്പൊ ഇതുപോലത്തെ മെസ്സേജ് അവൾ അയക്കും. അവളാ ഞാനുണ്ടല്ലോ. അല്ല നീ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞെന്തിനാ? എടാ അതെ വേറെ എടാ മനോ. ഓ ഈ ഇക്കാന്റെ ഒരു കാര്യം പറയാൻ സമ്മതിക്കൂല. നീ എന്തീ കാണിക്കണത്? എന്തേ? എടാ അത് ഇക്കടെ നിക്കറാണത്. ഇതാ നീ അതവിടെ ഇട്ടേ. നീ വേഗം ഇവിടെ പോയിക്കോ, അല്ലെങ്കിൽ ഈ ഒരു പേരും പറഞ്ഞ് ഇവിടെ ആകെ ബഹളമായിരിക്കും. നമുക്ക് വൈകുന്നേരം മില്ലിൽ വെച്ച് കാണാം. എന്താണ് അവനോട് പോണില്ലേ? ഓ എന്തൊരാത്മാർത്ഥത. മതി എനിക്ക് ഈ ജീവിതം. ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. ഫോൺ വിളിച്ചാരും എടുക്കത്തുമില്ല. എന്നെ ഒന്ന് തിരിച്ചു വിളിക്കോ അതുമില്ല. ഞാൻ കൈക്കുഞ്ഞായിരുന്നപ്പോ എന്റെ അപ്പച്ചൻ എന്നെ എടുത്തോണ്ട് നിൽക്കുന്ന നല്ലൊരു ഫോട്ടോ ആയിരുന്നു അത്. സുധി അല്ലാണ്ട് ഈ വീട്ടിൽ വേറെ ആരെടുക്കാനത്? സുധി തന്നെ അതെടുത്ത് കളഞ്ഞിരിക്കുന്നെ. ഇനി അങ്ങനെ ഒരു ഫോട്ടോ എവിടെ നിന്ന് കിട്ടാ? അയ്യോ എന്റെ മോള്. ശോ. സുധി ആ ഇവിടെ ഉണ്ട്. ഇങ്ങ് പോരെ. ഓ ആൻസി ഇവിടെ ഇരിക്കുക. അച്ഛന്റെ ബാബ പാപ്പ നിന്ന ചെല്ല് ചെല്ല് ചെന്ന് പിണക്കം മാറ്റ്.
എന്താടി പെട്ടിയും വേഗം കെട്ടിപ്പോഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? എന്നോടൊപ്പമുള്ള ജീവിതം മതിയാക്കി ഇറങ്ങിയതാണോ വീട്ടിൽ നിന്ന്? ആ അതെ. എന്നിട്ട് എന്താണ് നിന്റെ വീട്ടിൽ പോകാതെ ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ എന്റെ വീട്ടിലേക്ക് തന്നെ പോകാൻ ഇറങ്ങിയത്. ടീച്ചർ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. എന്റെ പൊന്നു ടീച്ചറെ, പോണവരങ്ങോട്ട് പോവില്ലായിരുന്നോ? സുധി, നീ ആൻസിയുടെ അപ്പച്ചനും കൂടി നിൽക്കുന്ന ഫോട്ടോ എങ്ങാനും എടുത്തു കളഞ്ഞു. ഞാനോ? അല്ല, ഞാൻ ഒന്നും അറിയാൻ പാടാത്ത പോലെ ചോദിക്കുന്ന കണ്ടില്ലേ? കണ്ടു ടീച്ചറെ, സുധി തന്നെ അത് എടുത്ത് കളഞ്ഞിരിക്കുന്നത്. സുധിക്ക് എന്റെ അപ്പച്ചനെ സുധീനെ കണ്ണെടുത്താ കണ്ടൂടാ. അപ്പച്ചനോടുള്ള ദേഷ്യത്തിന് സുധി എടുത്ത് കളഞ്ഞതാ. എടീ, എനിക്ക് നിന്റെ അപ്പച്ചനെയല്ല, നിന്റെ അപ്പച്ചനാ കണ്ണെടുത്ത് എന്നെ കൊണ്ടുവിടാത്തത്. എന്റെ ടീച്ചറെ, ഇവളുടെ തലയ്ക്ക് വട്ടാ. ആ ഫോട്ടോ ഞാൻ എടുത്ത് കളഞ്ഞിട്ടൊന്നുമില്ല. താഴെ വീണ് കിടക്കണ കണ്ടപ്പോ കൊച്ചെടുത്ത് കീറി കളയണ്ടല്ലോ എന്ന് കരുതി അലമാരിലെ ഡയറിക്കുള്ളെടുത്ത് വെച്ചു. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സുധി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. അല്ല, അതെനിക്കറിയാമായിരുന്നു. ഞങ്ങൾ പോട്ടെ ടീച്ചറെ. വാട മോളെ, വാ സുധിയേട്ടാ, നമുക്ക് പോവാം. ആ ബാഗ് എടുത്തോട്ടോ. പോട്ടെ ടീച്ചറെ. കാലത്തെ കഞ്ഞിമന്തി ചന്തയിലെത്തി ചില്ലുവാനം കയറ്റി. ജോലിക്കാരനോ? എന്ത് കളിയാക്ക? ഇതിലെന്നെ കളിയാക്കാനിരിക്കുന്നത്? ജോലിക്കാരാന്ന് വിളിക്കുന്നത് നല്ലല്ലോ. ഞങ്ങളുടെയൊക്കെ നാട്ടില് ജോലി ചെയ്യാത്തവനെ വിളിക്കുന്നതാ കളിയാക്കല്. പിന്നെ ഈ കയ്യോങ്ങലൊക്കെ അങ്ങ് വീട്ടിൽ വെച്ചാ മതി കേട്ടോ. എന്നാ നോക്കി പഠിപ്പിക്കുന്നു? നല്ലണോ? നല്ലേ അഭിനയിച്ച് കാണിച്ചതാ. നാടകത്തില് നല്ല സഹനടനുള്ള അവാർഡ് 3 പ്രാവശ്യം വാങ്ങിച്ചവനാണ് ഞാൻ. ഇപ്പോ വൈശാഖ സാറിന്റെ പടത്തിലൊരു ചാൻസിന് വേണ്ടിയാ ഇതൊക്കെ. ആണോ? എന്നാ കേട്ടോ, വൈശാഖൻ സാറ് പടമൊക്കെ മടക്കി ഓഫീസിൽ ചേരാൻ പോവാ. സിനിമയ്ക്കൊക്കെ കാണണ്ടേ, കാർട്ടൂൺ ഇട്ടു. അമ്മച്ചി, ഞാനേ വൈശാഖൻ സാർ ഒന്ന് കാണാൻ വന്നതാ. പൂനെന്നാണോ? എന്നാ? അല്ല, പൂനെയിലെ സിനിമാക്കാരവന്റെ കൂട്ടുകാര്. അല്ല, ഞാൻ ഓഫീസിൽ നിന്നാ. വൈശാഖൻ സാർ ജോലിക്ക് ജോയിൻ ചെയ്ത എന്റെ ജോലി പോകും. സാറിനെ കണ്ടിട്ടൊന്ന് അപേക്ഷിക്കാൻ വന്നതാ. സാറിനെ കാണാൻ. അതെ, വൈശാഖ സാർ അകത്തോട്ട് അങ്ങോട്ട് വന്നാട്ടെ. അയ്യോ, ഇതെന്നാ ഈ ചേനയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നേ? ഇതിനൊന്നും വളം ഇടുകയല്ലേ? ആകെ കുറഞ്ഞിരിക്കുന്നു. അമ്മച്ചി വളം ഇടുമ്പോഴേ നമ്മുടെ വാഴല കരയിച്ച് കൂടെ ഇടണം, എന്നാലേ നല്ല പുഷ്ടി ഉണ്ടാവത്തുള്ളൂ. സിനിമാക്കാര്യത്തിന്റെ ഇടയ്ക്ക് ചേനക്കാര്യം. അങ്ങോട്ട് വന്നിട്ട് വൈശാഖ സാറിനെ കാണാം. സാറേ ഉണരണേ സാറേ. അയ്യോ, ഈ നേരം വരെയൊക്കെ എങ്ങനെ കിടന്ന് ഉറങ്ങുന്നേ? സാറേ, ഈ പകലുറക്കമൊക്കെ ഐശ്വര്യക്കേടാ കേട്ടോ. മാത്രമല്ല ആള് മന്ദനായി പോവും. സാറിനോട് കാര്യം പറയുള്ളൂ. സാറേ, രാവിലെ ഓഫീസിൽ വെച്ച് കണ്ടായിരുന്നു. സാറ് തിരക്കായോണ്ട് പിന്നെ എന്നെ ശ്രദ്ധിച്ചു കാണത്തില്ല. സാറ് ഇവിടുത്തെ പോയപ്പോ വേക്കൻസിയിൽ വന്നത് ഞാനാ. ഓ, പ്രിയദർശൻ എന്നാ പേര്. സാറ് റീജോയിൻ ചെയ്താ ഞാൻ പിന്നെ തിരിച്ചു പോകേണ്ടി വരുവേ. വേണ്ട സാറേ, ഇതിപ്പോ എന്നാന്ന് വെച്ചാ ഗൗരി എന്ന് വെച്ചാണെങ്കിൽ എന്റെ പെങ്ങളാ. അവളിപ്പോ BSc ഒക്കെ പാസ്സായി. ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞായിരുന്നേ. ഇതിനിടയില് ബ്രോക്കർ ഒരു പണി ഒപ്പിച്ചായിരുന്നേ. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാന്നൊക്കെ അവരോട് വെച്ചങ്ങ് കീറി. പെണ്ണിന്റെ ആംഗ്ല സിറ്റിയില് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാന്ന് അറിഞ്ഞപ്പോ അവരും അങ്ങ് ഹാപ്പിയായി. ഇനിയിപ്പോ PSc ടെമ്പററിയാന്നൊക്കെ പറഞ്ഞാ അവർക്കതങ്ങ് മനസ്സിലാകുകയില്ല. അതാ ഞാനിപ്പോ ജോലിയിൽ നിന്ന് അങ്ങ് തിരിച്ചു പോയാ അവരുടെ മുന്നിൽ കളനാകുവേ. ഒരു 3-4 മാസത്തെ സമയം തന്നാ മതി സാറേ. അതിനുള്ളിൽ ഞാൻ അവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ഇങ്ങനെ പരത്തി പറയാതെ സാറിനോട് നേരിട്ട് ഒറ്റ അടിക്കങ്ങ് പറ. സാർ ഓഫീസിൽ പോകണ്ട, സിനിമ എടുക്കാൻ പോയാൽ അതൊന്നും നടക്കില്ല. സാർ, ഇതിപ്പോ എന്റെ പെങ്ങളുടെ ജീവിതകാര്യമായി പോയി. മാത്രമല്ല, ഞാനും ഒരു പെങ്കൊച്ചിനെ കണ്ടുവച്ചിട്ടുണ്ടേ. ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോ അതിന്റെ ബുദ്ധിമുട്ട് സാറിന് പറയാതെ തന്നെ അറിയാലോ. എനിക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല സാറേ. ഞങ്ങൾ ഈ കാല് പിടിക്കാൻ കേട്ടോ. സാറ് സിനിമാ കഥയൊക്കെ എഴുതുന്ന ആളല്ലേ. ഈ മനുഷ്യനെ മനസ്സിലാക്കുമ്പോഴല്ലേ സാറേ ഈ കഥയൊക്കെ എഴുതാൻ പറ്റത്തുള്ളൂ. ആർക്കും എന്നെ മനസ്സിലാക്കാൻ വയ്യ. എല്ലാരും ഞാൻ മനസ്സിലാക്കിക്കോണം. എടോ, ഞാനും ഇതുപോലെ അപേക്ഷയുമായിട്ട് പല പ്രൊഡ്യൂസേഴ്സിനും കണ്ടിട്ടുള്ളതാ സിനിമ എടുക്കാൻ. ആരും എന്നോട് ദയവ് കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഇയാളിപ്പോ താനും പോ. എന്നെ ചുറ്റിപ്പറ്റി നടന്ന താനും ഗതി പിടിക്കില്ല. സാർ ഇങ്ങനെയൊന്നും നിരാശപ്പെടരുത് കേട്ടോ. ആശ കൈവിട്ട പിന്നെ ജീവിതം പോയി. തോറ്റു കൊടുക്കാൻ ആർക്കും പറ്റും സാറേ. തോറ്റു കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിലേ നീ എനിക്കൊരു പ്രൊഡ്യൂസറെ സംഘടിപ്പിച്ചതാ. ഞാനൊരു സ്ക്രിപ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞു കേൾപ്പിച്ച് നീ എനിക്കൊരു പ്രൊഡ്യൂസറെ സംഘടിപ്പിച്ചതാ. എന്താ
ബുദ്ധിമുട്ടാണല്ലേ? ആദർശമൊക്കെ പറയാൻ എല്ലാവരെ കൊണ്ടും പറ്റും. ഒരു പ്രൊഡ്യൂസറെ പിടിച്ചുതരാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഓഫീസിൽ വരായിരിക്കും. തരാം സാറേ. പ്രൊഡ്യൂസറെ ഞാൻ സംഘടിപ്പിച്ചു തരാം. നീ എന്താ തമാശ പറയാ? ജീവിതം വെച്ച് ആരും തമാശ കളിക്കാനില്ലേ സാറേ. ഇതിപ്പോ എന്റെ ജീവിതമായി പോയി. എന്റെ പെങ്ങളുടെ സാറേ, എനിക്ക് 1 മാസത്തെ സമയം തരണം. അതുവരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള അടവൊന്നുമല്ലോ കേട്ടോ. അതിനുള്ളിൽ ഞാൻ എങ്ങനെയെങ്കിലും ഒരു പ്രൊഡ്യൂസറെ സംഘടിപ്പിക്കും. സാർ ആ കൈ ഒന്ന് കാണിച്ചേ. ഇത് പ്രിയന്റെ വാക്കാണ്. ഉറപ്പാ. അതെ മോനെ നിന്ന് എടാ നിക്ക്. നീ പ്രൊഡ്യൂസറെ എങ്ങനെ പിടിക്കും? അതൊക്കെ ഞാൻ കണ്ടുപിടിക്കും. പക്ഷെ ഈ പ്രൊഡ്യൂസർ എന്ന് വെച്ചാ എന്തുവാ? നിർത്തോ, വലത് കാല് വെച്ചിറങ്ങും. എത്രയായി? 20. ഓട്ടോയുടെ വിലയല്ല ചോദിച്ചത്, മീറ്ററിന്റെ ചാർജ് പറഞ്ഞ. ഇത് അവരുടെ വീടല്ലേ? എവരുടെ? എന്നെ എറിഞ്ഞ ആ തള്ളയുടെ മോളുടെ വീടല്ലേ? അതെ. അതിനിപ്പോ എന്താ? ഓ അത് ശരി. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, വലിയ വീടാണ്, വാടക പകുതി ഷെയർ ചെയ്യാന്നൊക്കെ പറഞ്ഞ് നീ എന്നെ വിളിച്ചോണ്ട് വന്നത് ഇങ്ങനെ ഒരു അപകടത്തിലേക്കാണല്ലേ? എന്ത് അപകടം? ആ തള്ള തന്നെ. ഓ തള്ളയാണോ? അത് സാരമില്ല, നമുക്ക് ഒന്നിച്ച് നേരിടാം. ഒന്നിച്ച് നേരിടാനോ? അതെ, എനിക്ക് ഒരു ലൈൻ ഉണ്ടെന്ന് കൂട്ടിക്കോ. ക്രോസ് ലൈൻ ആകൂടെ? ഏയ്, ഞാനൊരു പാരലൽ കോളേജ് അധ്യാപകനായതുകൊണ്ട് പാരലൽ ലൈനേ ആകൂ. വാ. മനസ്സിലാകുന്ന ഭാഷ പറയടാ. മനസ്സിലാക്കി തരാം. അവളുടെ അനിയത്തി ലക്ഷ്മി. മനസ്സിലായ? നിന്റെ ആ പഴയ സ്വഭാവത്തിന് ഇതുവരെ ഒരു മാറ്റവും ഇല്ലല്ലോടെ. എപ്പോഴും സ്വഭാവം മാറ്റിക്കൊണ്ടിരിക്കുന്നത് വ്യക്തിത്വമുള്ള വ്യക്തികൾക്ക് ചേർന്നതല്ല ശിവ. അതൊക്കെ പോട്ടെ, ആ പെണ്ണിന്റെ അച്ഛൻ എവിടെയില്ലേ? അങ്ങേരെങ്ങാണ്ട് നാട് വിട്ടു പോയതാ. ചത്തുപോയെന്നാ ഇപ്പൊ നാട്ടുകാർ മുഴുവൻ പറയുന്നത്. അതായിരിക്കും ശരി. ആ തള്ളയുടെ സ്വഭാവം അനുസരിച്ച് അയാൾ ജീവനോടെ ഇരിക്കാൻ സാധ്യതയില്ല. ഒന്നുകിൽ ആത്മഹത്യ ചെയ്ത് കാണും, അല്ലെങ്കിൽ അവര് തന്നെ എറിഞ്ഞു കൊന്നു കാണും. എന്തൊക്കെ പറഞ്ഞാലും ശരി, നീ ഇന്ന് കാണിച്ചത് പരമ ബോറായി പോയി. എന്തോന്നാ ആ പാർവതിയോട് തട്ടിക്കയറിയത്? എടാ, ഒരു പെണ്ണ് സോറി പറയാൻ വരുമ്പോ ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? ഞാൻ എന്ത് ചെയ്യാനാ? എല്ലാം പെട്ടെന്നായിരുന്നില്ലേ, ഒന്ന് പ്ലാൻ ചെയ്യാൻ പോലും സാധിച്ചില്ല. എന്ത് പ്ലാൻ ചെയ്യാൻ? എടാ, എനിക്ക് അവളെ ഫസ്റ്റ് സൈറ്റിലെ ഇഷ്ടപ്പെട്ടതാ, അത്രയല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അത് മാത്രമേ നീ പറഞ്ഞുള്ളൂ? എന്തായാലും നിന്റെ ബെസ്റ്റ് ടൈപ്പ്, അല്ലെങ്കിൽ നിന്നെ അവളെ ചെരുപ്പൂരി അടിച്ചാനെ. അത്രയ്ക്ക് ബോറായിരുന്നു? ഏയ്, അത്രയ്ക്ക് ബോറല്ല, പരമ ബോറായിരുന്നു. എടാ, ഇനി അവൾ നിന്നെ ജന്മത്തെ തിരിഞ്ഞു നോക്കൂ. ഇനിയിപ്പോ എന്താണൊരു വഴി? എന്തിന്? ഒന്ന് സോറി പറഞ്ഞ് വീണ്ടും ഒരു വഴിയൊക്കെ ഉണ്ട്. എന്ത് വഴി? അതൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ച നടക്കാത്ത വഴിയുണ്ടോ? പക്ഷേ വേണ്ട, നീ ആയതുകൊണ്ട് ശരിയാവില്ല. ഓടാ, നിന്റെ ഒരു പുളു. നീ വിചാരിച്ച ഒരു ചുക്ക് നടക്കത്തില്ല. അതെ, ഒന്നല്ല 100 വഴിയുണ്ട്. നിനക്ക് ഇന്ന് കാണണോ? ഇന്നോ? എങ്ങനെ? ദേ പ്രേമ, നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ മനുഷ്യനെ മോഹിപ്പിക്കല്ലേ. നടക്കാത്ത കാര്യോ? എടാ, ഒരു ഫ്യൂസ് പോയാ പോരെ? നീ ലൈൻമാൻ അല്ലേ? ഫ്യൂസ് പോയാൽ ലൈൻമാനെ അല്ലാതെ പിന്നെ ആരെ വിളിക്കും? അയ്യോ, നിന്റെ ഒരു ബുദ്ധി. പ്രേമ, നീ ഇപ്പൊ പഴയ ആളല്ലേ കേട്ടോ, സമ്മതിച്ചു തന്നിരിക്കുന്നു. പക്ഷെ ഫ്യൂസ് എങ്ങനെ പോകും? കാറ്റടിച്ചാ കറണ്ട് പോകുന്നില്ലാതെ ഫ്യൂസ് പോകത്തില്ല. പക്ഷെ ഇവിടെ ഫ്യൂസ് പോകും, പോയിരിക്കും. അതെനിക്ക് വിട്ടേരെ. ഇതാ മില്ലിലെങ്ങാനും കൊടുത്ത് അയച്ചോടമ്മേ. എന്നിട്ട് വേണം ചവറെന്നും പറഞ്ഞ് 2 നുള്ളു കിള്ളി തിന്നിട്ട് 2നും എഴുന്നേറ്റ് പോവാൻ. നീ ഒറ്റയ്ക്ക് പോകുന്ന നല്ലത്. ഒറ്റയ്ക്കാ? അത് ശരിയാവില്ല. ഒരു കുഴപ്പമില്ല, 2 പേരും കൂടെ പോയാ ആരെങ്കിലും ഒരാളെ കണ്ടാലോ? ഞാൻ കൂടെ ഉണ്ടെന്ന് വെച്ചോ. എന്നാലും അത് ശരിയാ. ഒരെന്നാലും ഇല്ല. നീ ആ മീറ്ററിന് താഴെയുള്ള മെയിൻ പീസ് ഞൂരി എടുക്കണം. അതെ, നമുക്കിത് ഒന്നുകൂടി ഒന്ന് പ്ലാൻ ചെയ്തിട്ട് നാളെ ആയ പോരെ? അത് വേണ്ട, വെച്ച് താമസിപ്പിക്കുന്ന എന്തിനാ? നിനക്ക് പേടിയുണ്ടോ? പേടിയാ? ഒരു ഫ്യൂസ് ഊരാൻ ഇത്രയ്ക്ക് പേടിയോ? നീ ധൈര്യമായിട്ട് ചെല്ല്. എന്ത് സംഭവിച്ചാലും നിന്റെ പിന്നിൽ ഞാനുണ്ടാവും. അമ്മേ, ഞാൻ കുളിച്ചിട്ട് വരാം.
പെട്ടിക്കാരി എവിടെ? ആ കറുമ്പൻ പട്ടിയാ. ചേച്ചി ആ ഡോറിന് അടിച്ചേക്ക്, ഞാൻ ഇറങ്ങി വന്നിട്ട് ശരിയാക്കാം. എനിക്ക് വയ്യ, പാവം പട്ടി അടഞ്ഞ എന്നെ ഇരിക്കുന്നത്. നീ വേഗം ഇങ്ങ് വാ, അതിനെ 2 കൊടുക്കണം. കുറെ ദിവസമായിട്ട് നോക്കി വെച്ചിരിക്കായിരുന്നു, ഇന്ന് അതിനെ തക്കത്തിന് കിട്ടി. നോക്കിക്കോ, അതിനെ അടിച്ചെന്ന് ചതയ്ക്കും ഞാൻ. അമ്മയും മോളും അതിനെ തല്ലുകയോ കൊല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്, എനിക്ക് വയ്യ അത് കാണാൻ. എനിക്ക് അമ്മേ, ഇതാ ഞാൻ വന്നു കഴിഞ്ഞു. ആ കള്ളപ്പട്ടി ഇപ്പൊ നോക്കിക്കോ. എവിടെ പടി എവിടെ? സിവിൽ കോടതിയിൽ ഒരു കേസുണ്ട്, അയൽവക്കക്കാരനുമായിട്ടൊരു അതിർത്തി തർക്കം. നാളെ വിധിയാ. വിധി എനിക്ക് അനുകൂലാവൂ? നാളെ വിധി പറയത്തില്ല. കേസ് 1 മാസം കൂടി തള്ളും. കേറ്റി കെട്ടിയ വേലി ഇപ്പോഴേ ഇറക്കി കെട്ടിയാൽ നാണക്കേട് ഒഴിവാക്കാം. വിവാഹമോചനം അല്ലേ? അതെ. കേസിന് പോകാതെ ഒരു മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കുന്നതാണ് നല്ലത്. ഭർത്താവിന്റെ മനസ്സ് മാറി നിങ്ങളെ സ്വീകരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വെളുപ്പാങ്കാലത്ത് തുടങ്ങിയ ഏർപ്പാടാ. തൊണ്ടയിലെ വെള്ളം പറ്റി. അതിനെന്താ മോനെ, ഞാൻ ഇപ്പൊ വെള്ളം എടുത്തിട്ട് വരാം. നിർത്തൂ നിർത്തൂ. നന്നല്ലോ. ഇതാണ് വീട്. ഇതാണ് ബാലഗോപാലൻ. നമസ്കാരം. ബാലുവിന് മനസ്സിലായില്ലേ? പ്രശസ്ത സാഹിത്യകാരൻ കൽപ്പറ്റ ബാലകൃഷ്ണൻ. കേട്ടിട്ടുണ്ട്. ജംഗ്ഷനിൽ വന്ന് എന്നോടാ വഴി ചോദിച്ചു, ഞാനങ്ങ് കൂട്ടിക്കൊണ്ടുപോകും. ഇരിക്കൂ. ഇരിക്കും. എന്റെ ചാഞ്ഞ മരം വീണില്ല. അത് മുറിക്കാൻ പാടില്ലായിരുന്നു. അത് നോവലാ. താങ്കൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. നല്ല കൃതിയാ. ആ കൃതിക്ക് ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ശ്രമിച്ചാ നടക്കുമോ? അതിപ്പോ എനിക്ക് ഡൽഹിയിലൊന്നും വലിയ പിടിപാടില്ല. താങ്കൾ ശ്രമിക്കണമെന്നല്ല പറഞ്ഞത്. എനിക്ക് കുറെ പിടിപാടുണ്ടെന്ന് വെച്ചോ. പിടി മാത്രം പോരല്ലോ, യോഗം കൂടി വേണ്ടേ? അതൊന്ന് നോക്കി പറയണം. പ്രത്യേകിച്ചും ചേട്ടാ. എന്താ ബാലു? കൈ. കൈ 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 നോക്കി പറ. കൈ നോക്കുന്ന ലെൻസ് ലെൻസ് ലെൻസേ. ഈ കൈ കൊണ്ട് തന്നെയല്ലേ ചാഞ്ഞമരം വീണില്ല എഴുതിയത്? അതെ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് വെറുതെ മെനക്കെടണ്ട. അതിപ്രാവശ്യം ഭരണകക്ഷിക്ക് മുദ്രാവാക്യം എഴുതിയ സാഹിത്യകാരന് പോവും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാനും കുറച്ച് മുദ്രാവാക്യങ്ങൾ അവർക്ക് എഴുതി കൊടുത്തിട്ടുള്ളതാ. ഒന്നുകൂടെ നോക്കട്ടെ. നിരാശപ്പെടണ്ട. ഭാഗ്യരേഖ പൂർണ്ണമായിട്ടും മങ്ങിയിട്ടില്ല. ഒന്ന് ആത്മാർത്ഥമായിട്ട് അധ്വാനിച്ചാൽ ചാഞ്ഞമരം വീഴാതെ തന്നെ നിൽക്കും. കേരള സാഹിത്യ അക്കാദമി അവാർഡിന് സാധ്യത കാണുന്നുണ്ട്. അവാർഡ് സ്വീകരിച്ചു കഴിഞ്ഞ് ഞാൻ ഇനി വരും. വരട്ടെ. വരട്ടെ. നമസ്കാരം. ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവത്തില്ല. അതെന്താ? രാഷ്ട്രീയക്കാര്, സാഹിത്യകാരന്മാര്, സിനിമാക്കാര് എല്ലാവരും ഇളകിയിരിക്കുക ബാലുവിന്റെ ഒറ്റ പ്രവചനം കൊണ്ട്. അവരെല്ലാവരെയും ഉൾക്കൊള്ളാൻ ഈ വീടിന് പോരാ. നമുക്ക് സിറ്റിയിൽ ഒരു ഹോട്ടലിൽ മുറി എടുത്ത് അങ്ങോട്ട് മാറാം. നമുക്കോ? ബാലുവിന് ഒരു PRO കം സെക്രട്ടറിയുടെ ആവശ്യമുണ്ട്. അതിന് ഈ സബ്ജക്റ്റായിട്ട് ബന്ധമുള്ള ഞാനല്ലേ നല്ലത്. അത് ശരിയാ. പക്ഷെ സിറ്റിയിലോട്ട് മാറിയ ഇവിടെ ആരാ? ഞങ്ങളും വരാമോ? അതെ, കുറച്ചുകൂടി വാടക കൊടുത്താ സിറ്റി നല്ലൊരു വീടെടുക്കാം. ഇവനവിടെ വീട്ടിൽ താമസിക്കുന്നു, നമ്മളവിടെ ഹോട്ടലിൽ താമസിക്കുന്നു. ഞാൻ എന്റെ PRO വർക്ക് ഇപ്പൊ തന്നെ തുടങ്ങും. ജ്യോതിർഭൂഷൺ ബാലഗോപാലൻ ഹോട്ടൽ സൂര്യ ഇന്റർനാഷണൽ ക്യാമ്പ് ചെയ്യുന്നു. ഫോട്ടോ വെച്ച് ഇപ്പൊ തന്നെ പരസ്യം കൊടുത്തേ. അയ്യോ, എന്റെ ഫോട്ടോ ഒന്നും കൊടുക്കണ്ട. എന്നാ ഫോട്ടോ ചെയ്ത് കൊടുത്തേ. ഒരു ജോലി ഞാൻ സമ്മതിക്കില്ല. ഇവൻ എവിടെ? അവൻ ബഹളം ഉണ്ടാക്കാതെ എടുക്കാം എടുക്കാം. അപ്പോ 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 ഒന്ന് വേഗം വലിച്ച് കെട്ടടാ. അപ്പോന് ഫോൺ ഇങ്ങ് താമസിച്ച ഒന്ന് പിടിവിട്ടതേ ഉള്ളൂ, അപ്പോഴേക്കും താഴെ പോകും. ഹലോ. ആളടിയില്ലേ? ഹലോ. ഇയാളെപ്പോഴാ എന്റെ അടി കയറിയത്? ഹലോ, ആരാ? എന്താടാ നീ വിളിച്ചത്? അയ്യോ, സാറായിരുന്നോ? ക്ഷമിക്കണം, ഞാൻ എന്റെ അടി കിടന്നാളോട് പറഞ്ഞതാ. അടി കിടന്നാളോ?
എന്താണ് അവിടെ ഒരു ബഹളം? അത് ഞാൻ ഏണിയുടെ മുകളിൽ നിന്ന് താഴേക്ക് വന്നാ, പകരം ഞാൻ ഒരാളെ മുകളിലേക്ക് വിട്ടിട്ടുണ്ട്. നീ ഉടനെ എന്നെ ഒന്നൊന്ന് കാണണം. ഇന്ന് ഉത്സവമല്ലേ? എന്റെ അമ്മായിയമ്മയുടെ ഒരു ഉത്സവം. ഉത്സവം വൈകുന്നേരമല്ലടാ കഴുതേ. ഞാനും വരുന്നുണ്ട് ഉത്സവത്തിന്. മുത്തച്ഛയോട് പറഞ്ഞേക്ക്. പിന്നെ നീ ഇപ്പൊ തന്നെ ഫൈനാൻസ് മിനിസ്റ്റർ അവറാച്ചന്റെ വീട് വരെ ഒന്ന് പോണം. എന്താ സാർ, കോള് വല്ലതും ഉണ്ടോ? ഒരു വലിയ കാസറ്റ് ബിസിനസ്സാ. അതൊക്കെ വരുമ്പോ പറയാം. അപ്പൊ സാറ് പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ സാർ. ഇവിടുന്ന് റെഡി ആവും, നമുക്ക് സ്ഥലം വരെ പോകണം. എങ്ങോട്ടാ? അയ്യേ, അങ്ങോട്ടൊന്നും ഇനി പോകാൻ പറ്റില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഈ +2 ആ ഇത്രയും പേര് ദോഷം ഉണ്ടാക്കി. ഒരുമാതിരി മറ്റോടത്തെ വർത്താനം പറയരുത്. ഈ +2 കാരണം പാർട്ടിക്ക് എത്ര ലക്ഷത്തിന്റെ പ്ലസ് ഉണ്ടായി, CS എത്ര പ്ലസ് ഉണ്ടായി, എനിക്ക് എത്ര പ്ലസ് ഉണ്ടായി, പാർട്ടി പ്രവർത്തകർക്ക് എത്ര പ്ലസ് ഉണ്ടായി. ഇനിയിപ്പോ +3 കൂടി തുടങ്ങണമെന്നാണ് എന്റെ അഭിപ്രായം. അതെന്താ? ഈ 3 വർഷത്തെ ഡിഗ്രി കൂടി സ്കൂളിലാക്കണം. അതാണ് +3. അതോടുകൂടി മൊത്തം വിദ്യാഭ്യാസ സമ്പ്രദായം പൊളിച്ചടക്കി തിരുത്തി കുറിക്കണം. അതെ, പള്ളിക്കുടുത്തി പോത്തന്റെ വാശിയാ മിനിസ്റ്റർക്ക്. ഇലക്ഷൻ പ്രചരണത്തിൽ എന്തെങ്കിലും പുതിയ മാർഗം കണ്ടെത്തിയേ പറ്റൂ. മറ്റവന്മാര് ചവിട്ടുനാട് ഇറക്കുമ്പോ അതിൽ ഒരു വഴി മോളി വേണം നമുക്ക്. വീഡിയോ പ്രചരണമാണെങ്കിൽ നന്നായിരിക്കും. ശരിയാ. നമുക്ക് കാസറ്റ് ഇറക്കാല്ലേ അവറാച്ച? കാസറ്റ് ഷൂട്ട് ചെയ്തിറക്കാന്ന്. കാസറ്റോ? കാസറ്റ് ഒന്നും വേണ്ട, അതായി കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കാസറ്റ് ഇറക്കുന്നത് നല്ലതാ വറാച്ച. അത് നല്ല സിനിമ പോലെ ഷൂട്ട് ചെയ്യണം. നമ്മുടെ ഭരണ നേട്ടങ്ങളൊക്കെ മുഴുവൻ കാണിക്കുന്ന കാസറ്റ് ആയിരിക്കണം. കാട്ടി പോയിട്ടുള്ള കഞ്ചാവ് വേട്ടയും വ്യാജമദ്യ റെയ്ഡുകളൊക്കെ ഡ്യൂപ്പിലാണ്ട് ഞാൻ തന്നെ അഭിനയിക്കും. കാസറ്റിന്റെ ഷൂട്ടിങ്ങിന്റെ കാര്യമൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. തൊടുപുഴയിൽ നിന്നൊരു കക്ഷി വരും. കാസറ്റ് ഷൂട്ടിങ്ങിന്റെ ആൾക്കാരാ. ഗുണശേഖരം സംസാരിച്ച് തീരുമാനിക്കും. ഞാൻ ഇറങ്ങുക, വൈകിട്ട് കാണാം. വരട്ടെ അവറാച്ച. അവര് വന്നോ? വന്നെന്നല്ല, CS പോവുകയാണെന്ന്. കാസറ്റിന്റെ ആൾക്കാർ പുറകെ വരുന്നുണ്ടെന്ന്. എടാ പൗലോസേ, ഇങ്ങോട്ട് വന്ന്. എടാ, ഈ ഗുണശേഖരൻ ഉടനെ ഒന്നും പോകുന്ന ലക്ഷണമില്ല. അവന്മാരിപ്പോ വരികയും ചെയ്യും. ഞാൻ അകത്തിരിക്കാം. നീ ഒരു കാര്യം ചെയ്യും, മൂന്നാറിലെ എസ്റ്റേറ്റിന്റെ കാര്യം പറഞ്ഞ് ആരെങ്കിലും വരികയാണെങ്കിൽ നീ അവന്മാരെ പ്ലാനിലകത്തേക്ക് കൊണ്ടുവരണം. അത് ശരി. അതെ, മൂന്നാറിലെ എസ്റ്റേറ്റിന്റെ കാര്യത്തിന് വേണ്ടി ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആരും വന്നിട്ടില്ല. ഗുണശേഖര, എനിക്ക് ഭയങ്കര തലവേദന, ഞാൻ കുറച്ച് കിടക്കട്ടെ. അവറാച്ച സ്ഥിരമായിട്ട് വിശ്രമിച്ചോ? വേണമെങ്കിൽ ധനകാര്യ വകുപ്പ് കൂടി ഞാൻ പൊളിച്ചടക്കി തരാം. നമസ്കാരം. 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 ഞങ്ങൾ മിനിസ്റ്റർ ഒന്ന് കാണാൻ വന്ന, അകത്തുണ്ടോ? ഏത് മിനിസ്റ്ററെ? എന്താ കാര്യം? ഒരു കാസറ്റിന്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ മതി. ഓ, നമ്മുടെ കാസറ്റ് പാർട്ടി. വാ, മന്ത്രി നിങ്ങളെ കാത്തിരിക്കല്ലേ? കൊള്ളാം. നമ്മുടെ കാസറ്റുകാരാണ് സാർ. വരണം വരണം, ഇരിക്കണം. ഞാൻ നിങ്ങൾ വരുന്നു പറഞ്ഞ് കാത്തിരിക്കായിരുന്നു. അവറാച്ച സാറിന്റെ കാസറ്റിന്റെ പ്രശ്നം ഇവരെ കറഞ്ഞാ തോന്നുന്നു. എന്താ? അല്ല സാറ്, ഞാൻ ഗുണശേഖരൻ. വിളിക്കാൻ എളുപ്പത്തിന് ഞാൻ ഗുണശേഖരൻ സാറിന് വിളിച്ചോട്ടെ. അല്ല, ഈ അവറാച്ച സാറ്? അവറാച്ചനല്ല, ഈ കാര്യത്തിൽ ഞാനേ സാറ്. വീഡിയോ പിടിക്കണ്ടെന്ന് അവറാച്ചൻ പറഞ്ഞ പിടിച്ചടങ്ങുന്നു ഞാനും. നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാർ അറിയണ്ടേ? അല്ല, എല്ലാ കാര്യങ്ങളും നാട്ടുകാരെ കാണിക്കുന്നത് മോശമല്ലേ? ധൈര്യമായി പിടിച്ചോളൂ. എന്റെ കൂടെ കുറെ പേര് വേണം. ഗുണശേഖരന്റെ ശക്തി എന്താന്ന് ജനങ്ങൾ അറിയണം. പരശുരാമൻ മഴവും നീട്ടിപ്പിടിച്ച് നിൽക്കുന്നത് പോലെ ഞങ്ങളുടെ ചിഹ്നമായ കോടാലിയെ പിടിച്ച് സാറ് നിൽക്കണം. അയ്യോ, രാമനാഥൻ സാർ ഇവരുടെയൊക്കെ ബ്ലൂ ഫിലിം എടുത്തിട്ട് ഒരു വൻ വ്യവസായമാക്കാൻ പോകുന്നു തോന്നുന്നു. ഒന്നും ആലോചിക്കാനില്ല. നിങ്ങൾ അതിന്റെ ഗൈനോളിഫിക്കേഷനെ പറ്റി മാത്രം ആലോചിച്ചാൽ മതി. ഇതൊക്കെ സാറിന്റെ ഭാര്യ മക്കളും കണ്ടാൽ മോശം. കാണണം. ഇത്രയും കഴിവ് എനിക്കുണ്ടെന്ന് അവര് മനസ്സിലാക്കണം. ഇത് അവർക്കൊരു അഭിമാനമല്ലോടോ. നല്ല ഫാമിലി. എന്റെ മോളൊരു വീഡിയോയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. മോളോ? അല്ല, സാറിന്റെ മോളും ഇമാതിരി കാസറ്റിൽ അഭിനയിച്ചിട്ടുണ്ടോ? സ്വന്തം മോളായതുകൊണ്ട് പറയല്ല, ഈ രംഗത്ത് അവള് അടിച്ചു പൊളിക്കും. സംഗതി കുഴഞ്ഞു കൊച്ചൂട്ടാ. ഇവര് കുടുംബത്തോടെ ബ്ലൂ ഫിലിം ആർട്ടിസ്റ്റുള്ളെന്നാ തോന്നണേ. സമയില്ല, പറയൂ, എന്ന് തുടങ്ങാൻ പറ്റും? അപ്പൊ ഈ മൂന്നാറിലെ എസ്റ്റേറ്റ്? മൂന്നാറിലൊന്നും വേണ്ട, ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് മതി. അതല്ല, ഷൂട്ടിംഗ് കഴിഞ്ഞ കാസറ്റിന്റെ. അത് മൂന്നാറിലെ. മൂന്നാറും വേണ്ട, പെരിയാറും വേണ്ട, ഷൂട്ടിംഗ് ഇവിടെ വെച്ചാൽ മതി. മൂന്നാറിലെ എസ്റ്റേറ്റ് വാങ്ങാമെന്ന പാർട്ടിയാണോ? കാസറ്റ് മണ്ണാൻ കേട്ടോ.